ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവാമല്ലേ. അപ്പോൾ അതേ ഇന്ന് സ്കൂളില്ല കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതേ ശനിയാഴ്ച ക്ലാസ്സില്ല, ബാലരമ വായിച്ചിരിക്കുകയാണ് കേട്ടോ. മനു അപ്പൂസും ഒക്കെ മനു വായിക്കുന്നതുകൊണ്ട് തന്നെ അപ്പൂസും ഉണ്ട് കൂടെ ബാലരമ വായിക്കാൻ. അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇതിന് മുന്നേ എടുത്തു വെച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇത് വെള്ളിയാഴ്ചത്തെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും അവരെങ്ങനെ ബാലരമയൊക്കെ വായിക്കുന്നത് ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുന്ന ആ ഒരു ടൈമിൽ അപ്പൂസിന് ഭയങ്കര കളിയാണ് കേട്ടോ. അവൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതേ അപ്പൂസിൻ്റെ സ്കൂളിൽ നിന്ന് നമുക്കൊരു ഫ്രൂട്ടിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ സ്കൂള് ജൂൺ 5-നാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഓരോ തൈയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു ശീതപ്പഴല്ലേ, ശീതപ്പഴം. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശീതപ്പഴം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചക്കപ്പഴം കേട്ടിട്ടുണ്ട്, ചക്കയും കേട്ടിട്ടുണ്ട്. ശീതപ്പഴം എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ചക്കപ്പഴത്തിൻ്റെ ആ ഒരു രീതി തന്നെയാണുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണേ. അപ്പോൾ അതിൻ്റെ തൈയാണ് അപ്പൂസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നട്ട് വെക്കണം. ആ ഒരു ടൈമിൽ ഞാനത് കാണിക്കാം കേട്ടോ. ഇവിടെ ഏതായാലും നമുക്ക് നടാം. ആ ഒരു ടൈമിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു മുറ്റത്തിൻ്റെ സൈഡിൽ ചീര ഉണ്ടായിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ആ ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ അന്ന് ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് 10 മണിമുല്ല നടാൻ വേണ്ടിയിട്ടാണ് ആ ടയർ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. വലിയൊരു ടയറും ബൈക്കിൻ്റെ ടയറും സ്കൂട്ടിയുടെ ടയറുമാണ് അത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ബൈക്കിൻ്റെ ടയർ വെച്ച് അതിൽ മണ്ണ് നിറച്ചിട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ സ്കൂട്ടിയുടെ ടയർ വെച്ചിട്ട് അതിലും മണ്ണ് നിറച്ചിട്ട് അതിലിങ്ങനെ 10 മണിച്ചെടി നല്ല ഭംഗിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കിവിടെ 10 മണിച്ചെടി ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആദ്യം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഇറഭാഗല്ലേ, ഈ കല്ല് വെച്ചിട്ട് പടുത്തിട്ടുള്ള തിണ്ടിൻ്റെ സൈഡ്, അവിടെ ഇങ്ങനെ ചട്ടിയിൽ നിറയെ 10 മണിച്ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ, കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ 10 മണിച്ചെടി. അപ്പോൾ അന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക, വീഡിയോസിൽ എനിക്ക് എന്നും സ്ഥിരമായിട്ട് ഞാൻ കാണിക്കാറുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ടായിരിക്കും, എന്നുള്ള വീഡിയോസിൽ ഈ ഒരു ചെടി കാണിക്കാറുണ്ടായിരുന്നു കേട്ടോ. ആകെ 2 ചെടിയേ ഉള്ളൂ. ഒരു എന്താ പറയുക, റോസ്, ഒരു വയലറ്റും കൂടിയൊരു കളറില്ലേ, അതും അതുപോലെ ഒരു റെഡ് 10 മണിച്ചെടി. 2 രീതിയിലുള്ള ചെടി ഉണ്ടല്ലോ, 2 ഇലകളായിട്ടുള്ള ആ ഒരു ചെടിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് ഒരു മഞ്ഞ 10 മണിച്ചെടിയുടെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എവിടുന്നാണ് കിട്ടിയതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ കേട്ടോ, ഹോസ്പിറ്റലിൽ പോയ ടൈമാണ് അല്ല, അപ്പൂസിനെയും കൊണ്ട് സ്കൂളിൽ പോയ ദിവസം കിഴിശ്ശേരിയിൽ നിന്ന് സ്കൂളിൽ പോയ ദിവസമല്ല കേട്ടോ, കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ പോയ ദിവസമാണ്. നമ്മൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഒരാഴ്ച. ആ ഒരു ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അതുപോലെ ഫോൺ ചാർജ് ചെയ്തത് ഹോസ്പിറ്റലിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു ടൈമിൽ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഫുട്പാത്ത് ഉണ്ടാവില്ലേ, അതിലിങ്ങനെ ഓരോ കടയുടെ മുന്നിലും ഓരോരുത്തരിങ്ങനെ ആ ഫുട്പാത്തിൻ്റെ സൈഡിൽ കമ്പി വെച്ചിട്ടുണ്ടാവില്ലേ, ആ കമ്പിയിൽ ഇങ്ങനെ ചെടിച്ചട്ടി വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാകും, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ആ അതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള കട ഉണ്ടാവില്ലേ, ആ കടയത്തെ ആൾക്കാരാണ് അവിടെ ചെടി വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ 10 മണിച്ചെടി, അങ്ങനെ 1-2 വേറെ ഐറ്റംസ് ചെടികളൊക്കെ ഇങ്ങനെ ആ സ്റ്റാൻഡിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ മഞ്ഞ 10 മണിച്ചെടി ഇങ്ങനെ നിറയെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു പീസ്, നമ്മുടെ വിരലിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പീസ് ഞാൻ അതിൽ പൊട്ടിച്ചതാണ് കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു കുഴപ്പമുണ്ടാവുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞാൽ എനിക്ക് അതൊന്ന് പൊട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വിരലിൻ്റെ അത്ര ഉണ്ടാവാനാണെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ, അത്രത്തോളം മതി. കാരണം എനിക്ക് വേറെ ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വിരലിൻ്റെ അത്ര ഉള്ള ഒരു പീസ് അതിന്ന് പൊട്ടിച്ച് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും കൂടെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള വയലറ്റ് 10 മണി ചെടി ഉണ്ടല്ലോ, ആ ഒരു ചെടി എനിക്ക് എങ്ങനെ കിട്ടിയതെന്ന് അറിയണ്ടേ.
അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം അതാ കൊണ്ടുവന്ന ഒരു ടൈമിൽ 1-2 വർഷമൊക്കെ ആവാനായിട്ടോ. ആ ഒരു ടൈമിൽ 2 വർഷം ആവാനായിട്ടില്ല, 1.5 ആയിട്ടുണ്ടാവുള്ളൂ. KCBയിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ബൾബ് KCBന്ന് വാങ്ങണ ബൾബ് ഉണ്ടല്ലോ, LED ബൾബ്, ആ ബൾബിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ബൾബ് മാറ്റി കിട്ടാൻ, വാറണ്ടി ഉള്ള ബൾബ് മാറ്റി കിട്ടാൻ എന്തിനു വേണ്ടി പോയതായിരുന്നേ. അങ്ങനെ KCBയിൽ പോയ സമയത്ത് ആ KCBയുടെ മുറ്റത്ത് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു വയലറ്റ്. അതിൽ നിന്ന് ഇതുപോലൊരു വിരലിൻ്റെ വലിപ്പമുള്ളൊരു പീസ് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് ഏട്ടൻ പൊട്ടിച്ച് തന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര പോകുന്നൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ വിചാരിച്ചിട്ടുള്ള സാധനം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആ റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു 3 മൂന്നാമത്തത് യെല്ലോ കളറാണ് കേട്ടോ. അതൊന്ന് പിടിച്ച് സെറ്റായി വരണം ഇനി, അത്രേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതും കൂടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. 3 കളറും കൂടെ ആകുമ്പോൾ. പിന്നെ വെള്ള ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഇഷ്ടം പോലെ കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് എന്താ പറയുക, ഞാൻ ബസ്സിലൊക്കെ പോണ സമയത്ത് ഇങ്ങനെ കാണില്ലേ, അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പോൾ ഞാനത് എവിടുന്നെങ്കിലും എനിക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഉള്ളത് എന്തായതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാം. അപ്പോൾ ആ ടയറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുവന്ന ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഇല ഇങ്ങനെ കേട് വന്ന് വരുന്നുണ്ട്. ആ ഇല കേട് വന്ന ഇലയൊക്കെ ഞാൻ മാറ്റി പറിച്ച് കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ആയിരുന്നു അങ്ങനെ ഓരോ പണികൾ അങ്ങനെ തീർന്നു വന്നതായിരുന്നേ. പിന്നെ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നത് വെള്ളിയാഴ്ച രാത്രി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ വെള്ളിയാഴ്ച രാത്രി ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ അതിന് ശേഷം അത് കുക്കറിലിട്ട് വേവിച്ച് വെച്ചു കേട്ടോ. വേവിച്ച് വെച്ചിട്ട് രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് കുക്കറിലിട്ടിട്ട് 2 വിസിലടുപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അത് ചൂടാറുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ആ ചൂടാറുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു, ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയപ്പോൾ പിന്നെ വേഗം ഞാനത് വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഞാൻ ശനിയാഴ്ച രാവിലെയാണ് ഞാനത് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും സവാളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടു. പിന്നെ കുറച്ച് സോസും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറി പിന്നെ ഞാൻ അതൊക്കെ മസാലയൊക്കെ ആയ ഒരു ടൈമിൽ ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഇപ്രാവശ്യം ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിയ കാര്യം. അപ്പം അങ്ങനെ അതിൽ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ അതുപോലെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ടാണ് കുറച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മൺചട്ടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മൺചട്ടി അടുപ്പത്ത് വെക്കാതെ ഗ്യാസിൽ വെച്ചിട്ടാണ് മൺചട്ടി ഞാൻ മയക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ അത് കറുപ്പ് കളറാവില്ല. അപ്പോൾ അങ്ങനെ എനിക്കെന്തോ അത് കറുത്ത കളറല്ല, ചുവന്ന കളറിൽ തന്നെ ആ മണ്ണിൻ്റെ കളറിൽ തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഗ്യാസിൽ വെച്ചിട്ട് അത് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടല്ല മയക്കിയത്, ചായപ്പൊടി ഇട്ടിട്ട് മയക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഫുള്ള് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് അത് അരയാവുന്നത് വരെ തിളപ്പിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കുഴപ്പമൊന്നും കണ്ടില്ല. ഇനി എന്താകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അടുപ്പത്ത് വെക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ ഓരോന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇതുപോലെ ഗ്യാസിൽ ചെയ്യുന്നവരുണ്ട്, അടുപ്പിൽ ചെയ്യുന്നവരുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പം ഇനിയിപ്പോൾ അടുപ്പിൽ ചെയ്താലും ചിലപ്പോൾ പൊട്ടിയെന്ന് വരും, ഗ്യാസിൽ ചെയ്താലും ചിലപ്പോൾ പൊട്ടിയെന്ന് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഏതായാലും ഞാനിത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് കുറച്ച് രാവിലെ തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. മഴക്കാലത്ത് പോലെ നല്ല ചൂടുണ്ട്, നല്ല വെയിലുമാണ് കേട്ടോ. അപ്പോൾ വിറകുണ്ടായിരുന്നു. അപ്പം വെള്ളം തിളപ്പിക്കാനുള്ള വിറക് ഞാൻ ആദ്യമേ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം അടുപ്പിച്ച് മഴ പെയ്തതുകൊണ്ട് തന്നെ അത് ആകെ നനഞ്ഞ് കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിറക് എടുത്ത് വെക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഇല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നാ വെട്ടി വെച്ചിരിക്കുന്ന വിറകൊക്കെ രാവിലെ മനുവിനോട് ഒന്നും ഇങ്ങോട്ട് മുറ്റത്തേക്ക് എടുത്തിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിലത്തുനിന്ന് കേട്ടോ. തെങ്ങിൻ്റെ ചോട്ടിൽ ഈ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവനത് മുറ്റത്തേക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ ഞാനത് വൈകുന്നേരം ആയപ്പോൾ, ഇപ്പോൾ കാണിക്കണത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാനത്
ഒന്നെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ഉണങ്ങിയ പീസ് ഞാൻ വേറെ വെച്ചു. പിന്നെ നാളെ ഇനി വെയിലുണ്ടെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ച് ഞാൻ ഷീറ്റിൻ്റെ ചോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. 4-5 പീസ് വിറക്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അതേ നമ്മൾ മോട്ടർ ഇട്ടു കേട്ടോ. മോട്ടർ ഇട്ട സമയത്ത് മോട്ടറിന് പൈപ്പ് ലീക്ക് ഉണ്ട് കേട്ടോ. താഴെ ഭാഗത്ത് ലീക്ക് ഉണ്ട്. അപ്പോൾ അത് വെള്ളം ചാടുന്ന സൗണ്ട് കേട്ടിട്ട് മനു പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കറ്റാർ വാഴയുടെ കണ്ടില്ലേ, കറ്റാർ വാഴ 4-5 തൈയൊക്കെ അതിൻ്റെ ചുവട്ടിലുണ്ടായപ്പോൾ ഞാനത് മണ്ണിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ചട്ടിയല്ല, തൊട്ടിയില്ലേ, കിണറിൽ വെള്ളം മുക്കാൻ ഉപയോഗിക്കുന്ന പണ്ടത്തെ അലുമിനിയത്തിൻ്റെ ആ ഒരു തൊട്ടിയിൽ കേട് വന്നപ്പോൾ അതിലാണ് ഞാനത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി 2 തൈ എടുത്തിട്ട് വേറെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പുല്ല് പറിക്കാനുണ്ടായിരുന്നു. ഇനി സ്ഥിരം നമുക്ക് ഈ ഒരു പരിപാടി തന്നെ ആയിരിക്കും പുല്ല് പറിക്കാനുണ്ടാവുക. ആ ഒരു കൂട്ടത്തിൽ ഇതേ നമ്മുടെ അപ്പൂസും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം വേറെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ കുറച്ച് മഞ്ഞ പൂവുണ്ടല്ലോ, ഈ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന മഞ്ഞ പൂവ്, മഞ്ഞ ചെടി ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ പൂവുണ്ടാവും. അത് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ ഇറങ്ങുന്ന ഭാഗത്തുള്ളത് മാത്രം പറിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവരുത് എന്നിട്ട് പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ആളെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പൂ പറിച്ചിട്ട് പുല്ല് പറിക്കുന്ന എൻ്റെ കയ്യിൽ തന്നെ ഇവൻ പൂവും തന്നിരിക്കണേ. ഏതായാലും അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി പോവാറില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും അതിന് കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതേ ഞങ്ങൾ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള പുല്ലും കൂടെ പറിച്ചെടുക്കാം. ഈ ഒരു പുല്ല് നിങ്ങൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ പടർന്നിരിക്കുന്ന ഒരു പുല്ലാണ് കേട്ടോ. ഇതിങ്ങനെ ചെറിയ വട്ടത്തിലുള്ള ഇല വെച്ചിട്ട് ഉള്ളതാണ്. പടർന്നങ്ങനെ വരും കേട്ടോ. ചില സമയത്ത് പറിച്ചാൽ കിട്ടുപോലുമില്ല, അങ്ങനത്തെ രീതിയിലാണിത് ഉണ്ടാവണത്. ആ പുല്ല് പണ്ട് തലയിൽ കെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ മുടിയായിട്ട് കെട്ടിവെക്കുക. അതായത് മുടിയാണെന്ന് സങ്കല്പിച്ചിട്ട് നമ്മളത് കെട്ടിവെക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി വളരും എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവം എന്നുള്ളത്. അതങ്ങനെ നീളത്തിൽ പറിച്ചെടുത്തിട്ട് കുഞ്ഞു വേറെ അതിനുണ്ടാവും കേട്ടോ. അതിൽ മണ്ണൊന്നും അങ്ങനെ പറ്റി പിടിക്കില്ല. അപ്പോൾ എന്താ ചെയ്യണേ പറയൂ. പൂവല്ലേ അത്? പിന്നെ എന്താ അത്? ഫ്ലവറാ? ഓക്കെ. അങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളൊക്കെ നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ അന്ന് മുടി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ ഞാനും ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഇങ്ങനെ ആരോ പറഞ്ഞു, അപ്പോൾ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം കേട്ടോ. ഒരു പ്രാവശ്യം കെട്ടി വെച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസ് ആ പൂ കൊണ്ട് കളിക്കുകയാണ് കേട്ടോ. ഞാനിതേ ഒന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കനും കൂട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഉച്ചയ്ക്ക് ഏട്ടൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനും അപ്പൂസും മനു അല്ലേ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ മതി, വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുരിങ്ങ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരു കൊമ്പ് അങ്ങോട്ട് വെട്ടിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടി അകത്തെത്തി. അപ്പോൾ ഏകദേശം ഒരു സമയം 4:45-5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പുറത്തുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. പിന്നെ ഞാൻ വേഗം കുക്കറിൽ ചോറ് വെച്ചു കേട്ടോ. ഒരു നേരത്തേക്ക് നമ്മുടെ ഈ കുക്കറിൽ, ചെറിയ കുക്കറിൽ വെള്ളം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും കുറച്ച് മുരിങ്ങാക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചില്ലേ. ഇന്ന് മുരിങ്ങാക്കറി മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. സാധാരണ ഞാനിതുവരെ മൺചട്ടിയിൽ മുരിങ്ങാക്കറി വെച്ചിട്ടില്ല. എന്താ പറയുക, മീൻകറി മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ മൺചട്ടിയിൽ. അപ്പോൾ ഇന്ന് ഇതിലൊന്നും നമുക്ക് മുരിങ്ങാക്കറി ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് മുരിങ്ങക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒന്ന്, നമ്മൾ മുരിങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം മുരിങ്ങയില അതിലിട്ടിട്ട് നമുക്ക് വേഗം ഒന്ന് തിളച്ചിട്ട് ഓഫാക്കി എടുക്കാം. പിന്നെ അതുപോലെ മുരിങ്ങയില തിളച്ചതിന് ശേഷം തേങ്ങ അരച്ച് അതൊന്ന് തിളച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് മുരിങ്ങ റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരത്തേക്ക് മാത്രമുള്ള കറി ആയതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പയറിൻ്റെ ഉപ്പേരി വെളിച്ചെണ്ണ തുളിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്.
അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.